അപ്പോൾ ഞാനൊരു കുഞ്ഞൊരു ക്യാമറ വാങ്ങിയിട്ടുണ്ട്. നമുക്ക് കയ്യിൽ ഒതുങ്ങാൻ പറ്റുന്ന, നമുക്ക് വ്ളോഗൊക്കെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ക്യാമറയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞൊരു അൺബോക്സിങ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അത്. അപ്പോൾ ഇനി അങ്ങോട്ട് വ്ളോഗല്ല, ഇതിലായിരിക്കും നമ്മൾ മോസ്റ്റ്ലി ഷൂട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് ഉപയോഗിച്ചുള്ള എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇത് എങ്ങനെയുണ്ട്, ബെറ്റർ ആണോ അതിൻ്റെ ക്യാമറ കാര്യങ്ങളും, അതിൻ്റെ രാത്രിയിലുള്ള ലോ ലൈറ്റ് കണ്ടീഷനിലുള്ള ക്യാമറ ക്വാളിറ്റിയും രാവിലെയുള്ള ക്വാളിറ്റിയും അങ്ങനെ തുടങ്ങിയുള്ള എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു കുഞ്ഞൊരു വ്ളോഗാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ലൈക്ക് അടിക്കുക, അതുപോലെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മൾ റോഡ് ടു 1 മില്യൺ ആണ്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ വീഡിയോ കാണുമ്പോൾ തന്നെ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. ഒരു പെട്ടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കുഞ്ഞൊരു അൺബോക്സിംഗ് ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ കാലമായിട്ട്, അല്ലെങ്കിൽ ഒരുപാട് കാലമായിട്ട് അങ്ങനെ മൈൻഡിലുണ്ടായതാണ് വാങ്ങണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇപ്പോഴാണ് ഏറ്റവും ഒരു ബെസ്റ്റ് ടൈം നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ടെന്നുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും പറഞ്ഞത് നമുക്കൊന്ന് വ്ളോഗ് ചാനൽ ആക്റ്റീവ് ആക്കണം, നമുക്ക് ഇതിൻ്റെ ഒരു വീക്കിലി ഒരു വീഡിയോയിൽ ഒരു മിനിമം എങ്കിലും നമുക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് എനിക്ക് ഫ്യൂച്ചറിൽ ഏറ്റവും കൂടുതൽ ഒരു യൂസ്ഫുൾ ആകുന്ന, നമുക്ക് ഒരു വ്ളോഗ് ചാനൽ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു സംഭവം കൂടിയാണ് ഞാൻ ഈ സംഭവം എടുത്തിട്ടുള്ളത്. ഇതിന്ന് ഇനിയിപ്പോൾ ബാക്കി വ്ളോഗ് നമുക്ക് ഇത് എടുക്കാൻ വേണ്ടി ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഞാൻ ഇതിൽ തന്നെ കാണിച്ചു തരാം, വീഡിയോയിൽ കാണിച്ചു തരാം ഇതിൽ ബാക്കി ഇതിൽ ഷൂട്ട് ചെയ്തുള്ള സംഭവം കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്കിതൊന്ന് പെട്ടി തുറന്ന് നോക്കാം, നമുക്ക് എങ്ങനെയുണ്ട് സംഭവം, എത്രത്തോളം അടിപൊളിയാണ് സാധനങ്ങളൊക്കെ ഒന്ന് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം, സാധനം തുറന്ന് നോക്കാം. ഇതാണ് പെട്ടി വരുന്നത്. അപ്പോൾ നമ്മുടെ പെട്ടി ഓപ്പണർ സാധനം വെച്ചിട്ട് ഇന്ന് ഓക്കെ ഒരു വെട്ട്, ഇവിടെ ഇങ്ങനെ ഒരു വെട്ട്, ഇവിടെ ഒരു വെട്ട്, എവിടേക്കാണ് വെട്ടണ്ടേ വെച്ചാൽ എന്തായാലും നമുക്ക് ഓക്കെ, നമുക്ക് ഇവിടെ നൈസായിട്ട് ഇങ്ങനെ വെട്ടാം. പ്രൊഫഷണൽ തന്നെ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വെട്ടുണ്ട്. ഓക്കെ, സോ ചേട്ടാ നമ്മുടെ ബോക്സ് സക്സസ്ഫുള്ളി ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ കാണിച്ചു തരണ്ട, ഞാൻ സാധനം എടുത്ത് തരാം. അപ്പോൾ ഇത് കിടക്കുന്നത് അമ്പള. ഇത് ഇനി അങ്ങോട്ട് ഉള്ള വ്ളോഗിലെല്ലാം നമ്മുടെ ഒരു കമ്പനിയൻ പോലെ നമ്മുടെ കൂടെ ഉണ്ടാവാൻ പോകുന്ന ഒരു സംഭവം കൂടിയാണ് ഈ ഒരു വ്ളോഗ് ചാനൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഇത് പെട്ടി പൊട്ടിച്ചിട്ട് നമുക്ക് ഇതിൽ തന്നെ ഇതിൻ്റെ ബാക്കി വ്ളോഗ് കണ്ടിന്യൂ ചെയ്യാം, അല്ലേ ശരി. പക്ഷേ ഇന്നുപോലെ ഇങ്ങനെ പറിച്ചെടുക്കുക, ഇങ്ങനെ ഇതാക്കുക, അത് ഇങ്ങനെ പറിച്ചെടുക്കാം. അത്രേ ഉള്ളൂ. അപ്പോൾ ഇതേ ഇറക്കുന്നത് നമ്മുടെ DJI Osmo Pocket 3. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു കുഞ്ഞൊരു പാക്കിങ് കൂടെ ഉണ്ട്. ഇതിങ്ങനെ പറിച്ചെടുത്ത് പൊട്ടിച്ച് കളഞ്ഞ് ഓക്കെ, ഇതിങ്ങനെ തുറക്കാനുള്ള സാധനമാണ്. ഒരു ഇങ്ങനെ തുറന്ന് വരാൻ കിട്ടുന്ന സാധനം ഇതിൻ്റെ എക്യുപ്മെൻ്റ് തന്നെ ഇരിക്കും. ഇതാണ് നമ്മുടെ ക്യാമറ മൊഡ്യൂൾ വരുന്നത്. ഇത്ര ഉള്ളൂ കേട്ടോ. എൻ്റെ കയ്യിൻ്റെ ഇത്ര ഉള്ളൂ. ഇത്ര വരുന്നത് കറക്റ്റ് നമ്മുടെ ഒരു പോക്കറ്റിലൊക്കെ. ഇതിൻ്റെ പേരെന്താ വെച്ചാൽ DJI Osmo Pocket 3. അതായത് നമ്മുടെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു സാധനം എന്ന രീതിയിലാണ്. അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മുടെ വെക്കുന്നുണ്ട്. വേറെ എന്തൊക്കെ ഇതിനുള്ളിൽ നോക്കട്ടെ. കുലുങ്ങുന്നുണ്ട് കേട്ടോ സാധനം. ഫസ്റ്റ് നമ്മുടെ സിലിക്ക ജെല്ല് വെച്ചിട്ടുണ്ട്. ബാക്കി അതിൻ്റെ ഉള്ളിൽ തുറക്കുന്ന സമയത്ത് ഇത് ഇവിടെ എല്ലാം തുറക്കാൻ ബാക്കിലാണ്. ഓക്കെ, ഇവിടെ അല്ല. ഓക്കെ, ഇതെന്താ ട്രൈപ്പോഡ്, നമ്മൾ ഇങ്ങനെ ക്ലിപ്പൊക്കെ. അത് കേബിൾ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ C-to-C കേബിൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കുഞ്ഞൊരു പെട്ടിലൂടെ എന്തൊക്കെ സാധനങ്ങളാണ്. നോക്കി, ഇതെന്താ ഇത് മറ്റേ ജസ്റ്റ് ഒരു അങ്ങനെ വീഴാണ്ടിക്കുള്ള കയ്യിലൊക്കെ ഇടുന്ന ഹാൻഡിൽ അങ്ങനെ സാധനമല്ലേ. DJIയുടെ സ്റ്റിക്കേഴ്സ്. അപ്പോൾ ഇത്ര ഇതിൽ വരുന്നുള്ളൂ. അപ്പോൾ ഇത് ആക്ച്വലി 2 പാക്കായിട്ട് നമുക്ക് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഒന്ന് ക്രിയേറ്റർ കോംബോ എന്ന് പറഞ്ഞിട്ടും അതേപോലെ തന്നെ ഒന്ന് ക്യാമറ മൊഡ്യൂൾ മാത്രമായിട്ടുള്ളത്. അപ്പോൾ ഞാനിതിൽ ക്യാമറ മൊഡ്യൂൾ മാത്രമായിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. ക്രിയേറ്റർ കോംബോ ഒന്നുകൂടി അഫ്കോഴ്സ് ഒന്നുകൂടി കുറച്ച് റേറ്റ് കൂടുന്നുണ്ട്. ആക്ച്വലി 10,000 രൂപ എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പോൾ അത് എടുക്കാത്തതിന് മെയിൻ റീസൺ ഒന്ന് അതിൽ എക്സ്ട്രാ ആയിട്ട് വരുന്നത് ഒന്ന് DJIയുടെ മൈക്ക് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഓൾറെഡി DJIയുടെ മൈക്ക് എൻ്റെ ഉണ്ട്. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സെപ്പറേറ്റ് വാങ്ങാവുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതെടുത്തിട്ടില്ല, ഇതെടുത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ മെയിൻ കോമ്പണൻ്റ് അല്ലെങ്കിൽ മെയിൻ എലമെൻറ്റ് നമുക്ക് പൊട്ടിക്കാം. ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പോൾ ഇത് വരുന്നുണ്ട്. ഓക്കെ, ഇതിൽ കവർ ഉണ്ട് കേട്ടോ. ഞാൻ വെച്ചാൽ കവറില്ല, കമ്മലിൻ്റെ പറ്റിച്ച് വിചാരിച്ചു. പക്ഷെ കുഴപ്പമില്ല, പക്ഷേ കവർ ഉണ്ട് കേട്ടോ. ഇത് കവർ കൊടുക്കാനായിട്ടോ ഇതിങ്ങനെ വന്ന്. അപ്പോൾ കൊള്ളാട്ടോ സാധനം. ഇത്ര ഉള്ളൂ കവർ, പ്രൊട്ടക്റ്റീവ് കവറോട് കൂടി ഈ സാധനം ഉണ്ടോ, ഇത്രേ ഉള്ളൂ. ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇത് കൊള്ളാം.
എനിക്കിഷ്ടപ്പെട്ട്. ഒരു ഭയങ്കര കോമ്പാക്റ്റ് ആയിട്ടുള്ള ഭയങ്കര മിനിമലിസ്റ്റിക് ആയിട്ടുള്ള നമ്മുടെ പോക്കറ്റിൽ എവിടെ വെച്ച് ഇട്ട് കൊണ്ടുവന്നിട്ട് നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ക്യാമറ. ഓക്കെ, സാധനത്തിൻ്റെ ഒരു കുഞ്ഞൻ സാധനം, ഇതിനെ കണ്ണ് കാണാനുള്ള നിങ്ങൾക്ക് ഇത്രേ ഉള്ളൂ, കുഞ്ഞൻ സാധനം. അപ്പോൾ ഇതിലിവിടെ ഓക്കെ, അപ്പോൾ ഒരു കുഞ്ഞൻ സാധനത്തിൻ്റെ ഡിസ്പ്ലേ ഓണാക്കി ഇതാക്കിയിട്ടുണ്ട്. ഇനി ഈ സാധനം കണ്ടോ, അതിൻ്റെ സ്ക്രീനിൻ്റെ ഉള്ളിലാട്ടോ, അതായത് ഒരു പ്രൊട്ടക്റ്റീവ് കവർ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ അതിൻ്റെ ഉള്ളിലേക്കാണ് അതിൻ്റെ ക്യാമറയുടെ മൊഴികൾ വന്നിട്ടുള്ളത്. കൊള്ളാം, സാധനം കൊള്ളാം, ഇത്ര ഉള്ളൂ, കുഞ്ഞ സാധനം. അപ്പോൾ എൻ്റെ കൈയൊക്കെ എൻ്റെ കൈനേക്കാൾ ചെറുതാണ്. എൻ്റെ കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാണ്ടല്ലോ, എൻ്റെ കൈനേക്കാൾ ചെറുതാണ് സാധനം. ഇത്രേ ഉള്ളൂ, ഇത്രയും പോകുന്ന സാധനം കേട്ടോ. നൈസ് സാധനം, എനിക്ക് ഇഷ്ടപ്പെട്ട്. ഭയങ്കര കോമ്പാക്റ്റ് ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാനൊക്കെ പറ്റുന്ന രീതിക്കാണ് നല്ലത്. അപ്പോൾ നമുക്കിതൊന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ ഇതിൻ്റെ ലെൻസ് ഇതിൽ കീപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എക്സ്ട്രാ നമുക്ക് ലെൻസ് ഉണ്ട്, അത് ഞാൻ സെപ്പറേറ്റ് വാങ്ങാനുള്ളതാണ്. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഉള്ളിൽ കീപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ഇതിൽ ഒരു സംഭവം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓണാക്കി നോക്കാം. ഓക്കെ, നിങ്ങളെപ്പോലെ തന്നെ ഞാൻ എക്സൈറ്റഡ് ആണ് ഈ സാധനം ഓണാവാൻ കാണുന്ന വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഞെക്കി നോക്കാം. ജനം തന്നെ. ഓക്കെ, ഇവിടെയാണ് ക്യാമറ എടുത്തിട്ടത്. ഇവിടെ വിശ്വാസം. അയ്യോ, ക്യാമറ ഡിസ്പ്ലേ കിടന്നാണ് കേട്ടോ. ഓ, ഇതിൻ്റെ ക്യാമറ തിരിയുമ്പോഴല്ലേ നമ്മൾ കറക്റ്റ് നമ്മൾ നല്ല രസം കേട്ടോ, ഭയങ്കര സ്മൂത്തായിട്ട്. അയ്യോ, ആമ മറ്റേ പൊത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആമ ഇങ്ങനെ തലയിട്ട് ഇങ്ങനെ നോക്കില്ല, ഇങ്ങനെ ഇരിക്കില്ല, അതേപോലെ നോക്കി. ഹായ്, ഈ ഒരു ഡിവൈസിലോട്ട് ഞാൻ സൈൻ ചെയ്യാൻ വേണം. കൺഫേം അക്കൗണ്ട് ആക്ടിവേറ്റ്, കീപ് ദ ആപ്പ് ഓപ്പൺ, ഡു നോട്ട് ലീവ് ദ കറണ്ട് പേജ്. ഓക്കെ, ക്യാമറ ഓപ്പൺ ആയി. ഇവിടെ മൂന്നേ ക്ലിയർ. ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ല ക്ലാരിറ്റി ഉണ്ട് കേട്ടോ ഇതിൽ. എൻ്റെ മുന്നേ അയ്യോ ഗൈസ്, ഫസ്റ്റ് ഇംപ്രഷൻ ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റീസ് എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ. അതും ഞാൻ റൂം എൻവിറോൺമെൻറ്റിലാണ് വരുന്നത്. ഫസ്റ്റ് ഇംപ്രഷൻ അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഡിസ്പ്ലേ ഇതിൽ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് ഇതിൽ കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത് ഈ മോഡ്. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ ഞാൻ തിരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ സാധനം കൊള്ളാം, വെരി മച്ച് ഇംപ്രസീവ്. അപ്പോൾ നമുക്കിനി ഇതിപ്പോൾ ഇങ്ങനെയാണ്. ഇപ്പോൾ ഇതിൽ കാണുന്ന മൊത്തം കണ്ടോ, ഇത് കണ്ടോ, ഇതിലിപ്പോൾ നിങ്ങൾ കാണുന്ന മൊത്തം ഇതിപ്പോൾ പോർട്രേറ്റ് മോഡലാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന മൊത്തം അല്ലേ. ഇത് ഈ ഡിസ്പ്ലേയിൽ നിങ്ങൾ കാണുന്ന മൊത്തം പോർട്രേറ്റിലാണ്. ഞാൻ ആക്ച്വലി മറന്നു ഈ സംഭവം. അതായത് നമുക്കിനിപ്പോൾ നോർമലി വ്ളോഗൊക്കെ നമ്മൾ പോർട്രേറ്റ് അല്ല, നമ്മൾ ഹൊറിസോണ്ടലായിട്ട് എടുക്കാം. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് സിമ്പിൾ, ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് ഇങ്ങനെ തിരിക്കാൻ പറ്റും. അപ്പോൾ അത് തിരിച്ചു കഴിഞ്ഞാൽ അല്ല, അത്രേ ഉള്ളൂ. ഹൈ ഗായ്സ്, അത്യാവശ്യം നല്ല വൈഡുണ്ട് കേട്ടോ. എടാ, ഇത് മര്യാദക്ക് വൈഡുണ്ട്. വീഡിയോയിലൊക്കെ ലൈറ്റ് നല്ല രീതിയിൽ ക്യാമറയ്ക്ക് കയറുന്ന കാണാൻ ഫീൽ ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ ലൈറ്റിംഗ് ഉണ്ട്. അപ്പോൾ സെയിം വീഡിയോ തന്നെ ഞാൻ എടുത്തുതരാം. സബ്ജക്റ്റ് ഫോക്കസ് ആക്കട്ടെ. എൻ്റെ ക്യാമറ സ്റ്റാർട്ട്. ഞാൻ അപ്പോൾ അവിടെ വെച്ചിട്ട് സാധനം വെച്ചിട്ട് വീഡിയോന്നും അറിയില്ല. അപ്പോൾ ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു ക്യാമറയിലാണ്, നമ്മുടെ DJI Pocket 3 എന്ന് പറയുന്ന ഈ ഒരു ക്യാമറയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഐഫോണിലാണ് കാണുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും ക്ലാരിറ്റിയുടെ ഡിഫറൻസും അല്ലെങ്കിൽ എത്രത്തോളം ലൈറ്റ്, ഇത് നോൺ എഡിറ്റഡ് വീഡിയോ ആയിട്ടാണ് രണ്ടിലും വിഷ്വൽ നിങ്ങൾ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഇതിൽ നല്ല രീതിയിൽ ലൈറ്റിങ് നല്ല രീതിയിലുണ്ട്, കൊള്ളാം. Pocket 3 നല്ല രീതിയിൽ ലൈറ്റിങ് നൈസായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അപ്പോൾ നല്ല വൈഡാണ് കേട്ടോ, അത്യാവശ്യം നല്ല വൈഡ് ഉണ്ട്. ഓക്കെ, നൈസ്. അപ്പോൾ നമുക്ക് ഇതിൽ ഈ ഒരു ക്യാമറയിൽ നമുക്ക് വ്ളോഗ് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഓണാക്കാൻ വളരെ സിമ്പിളാണ്. നമ്മൾ ക്യാമറ ഇതാക്കി കഴിഞ്ഞാൽ ബട്ടൺ പോലും ഞെക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ ഒരു സ്ക്രീൻ ഉണ്ടല്ലോ, ഇത് ചുമ്മാ ഇങ്ങോട്ടാക്കിയാൽ മതി. ടടാ, ഓണായി. ഇനി അതേപോലെ ഓഫ് ചെയ്യാൻ ഇതേപോലെ ഇതാക്കി കഴിഞ്ഞാൽ ഓട്ടോ ഓഫ് ആവും. അത് ക്യാൻസൽ ചെയ്യാൻ കണ്ടിന്യൂ ഒക്കെ ആവും. അപ്പോൾ ഇതേപോലെ സാധനം ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. നമുക്ക് ബട്ടൺ പോലും ഞെക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് സ്ക്രീൻ ഇങ്ങനെ ആക്കിയാൽ മതി. എന്നിട്ട് നമ്മൾ നേരെ എന്താ പറയുക ഇതാക്കി കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്.
ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഈ ഒരു AI ക്യാമറ ആയത് നമ്മുടെ ഫേസ് ട്രാക്കിംഗ് ആയിട്ടുള്ള നമ്മുടെ DJI Pocket 3ലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ എങ്ങോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടില്ല സാധനം എൻ്റെ പിന്നാലെ തന്നെ പോകും. ഞാൻ എങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ കേട്ടോ, എവിടെ തിരിച്ചു കഴിഞ്ഞാലും സാധനം എൻ്റെ കൂടെ പിന്നാലെ സാധനം ഫോക്കസ് ആവുന്നുണ്ട്. സോ ഇതിൻ്റെ നൈറ്റ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ സംഭവ സമയത്തിൽ വരുന്നത്. നമ്മളിപ്പോൾ ചാർജ് ചെയ്യാൻ വെച്ചിട്ട് പോയതാണ്. അപ്പോൾ നമ്മുടെ ചാർജ് മോഡ് 61%. ഇതാണ് നമ്മളെ മോർണിംഗ് ഉള്ള ഇതിൻ്റെ ഒരു ക്യാമറ ക്വാളിറ്റി എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ കാറിൻ്റെ ഉള്ളിലുള്ളത്. ഞാൻ നാട്ടിൽ പോവാണ്. അപ്പോൾ ഇന്നലെ ഞാൻ ഫുള്ളാക്കി ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് വീഡിയോ പർപ്പസിന് വേണ്ടി കുറച്ച് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഫുള്ളാക്കി ഉണ്ടായിരുന്നില്ല, ഒരു പകുതിയാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പോണ വഴിക്ക് ജസ്റ്റ് ഒന്ന് ഫുഡും കഴിക്കുക, ചാർജിന് ശേഷിച്ചിട്ട് അങ്ങനെ ഇവിടെ വണ്ടി നിർത്തിയാണ്. 1080pയിലാണ്, കംപ്ലീറ്റ്ലി 1080pയിലാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. 4K സപ്പോർട്ട് ചെയ്യും. 4K നമുക്ക് നെക്സ്റ്റ് വ്ളോഗ് നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് 4K നമുക്ക് ഷൂട്ട് ചെയ്യാം. കാരണം അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് കാണാമല്ലോ. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ദേ ഇവിടെ കണ്ടോ ഒരു ബോക്സ് ഉണ്ട്. ഇത് വേറൊരു സംഭവമാണ്. ഇത് എനിക്കുള്ളതല്ല, ഇത് ആക്ച്വലി വേറൊരു സംഭവത്തിനുള്ളതാണ്. ഈ ഒരു ബോക്സ് എനിക്കുള്ളതല്ല. അപ്പോൾ അത് സംഭവം എന്താണെന്നും കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വ്ളോഗിൽ വരുന്നുണ്ട്. നമ്മൾ നാട്ടിൽ പോയിട്ട് നമ്മൾ ഒരു സർപ്രൈസ് കൊടുക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ അത് നെക്സ്റ്റ് വ്ളോഗിൽ നിങ്ങൾക്ക് കാണാം അതെന്താ സംഭവം കാര്യങ്ങളൊക്കെ. ഞാനിപ്പോൾ ഈ വണ്ടി എടുത്തിട്ടുണ്ടല്ലോ, 1 year ആയിട്ടുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ ഇതിൻ്റെ കിലോമീറ്റർ നോക്കുകയാണെന്ന് ചോദിക്കുമോ, ഇതാ കണ്ടോ 43,916. അതായത് മിക്കവാറും ഞാൻ നാട്ടിൽ പോയി തിരിച്ചു വരുമ്പോഴേക്കും 44,000 ആവും. അതായത് വണ്ടി എടുത്തിട്ട് ഇപ്പോൾ ഒരു വർഷം 1 year ആവുന്നു. അപ്പോഴേക്കും 44,000 കിലോമീറ്റർ വണ്ടി ഓടി. അപ്പോൾ അതിൻ്റെ ഒരു ഇത്രയും കാലം ഇലക്ട്രിക് EV എന്ന രീതിയിൽ ഈ ഒരു വണ്ടി ഡ്രൈവ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്തായാലും ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ പുറത്ത് ഇറങ്ങിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ജസ്റ്റ് പുറത്ത് നോയ്സും കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നോയ്സും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ എന്താ പറയുക, പുറമേയുള്ള ആകാശവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, പുറമേയുള്ള എന്താ പറയുക ക്ലാരിറ്റി വരുന്നത്. ഞാൻ ഇപ്പോൾ സ്ഥിരം കേരളത്തിൽ ചാർജ് ചെയ്യാറുള്ളത് ചാർജ് മോഡ് പറഞ്ഞിട്ടുള്ള ഇവരുടെ ചാർജിങ് സ്റ്റേഷൻ എന്നാണ് ചെയ്യാറുള്ളത്. ഒരു അതിൽ ഇവരെ ഇതെന്താ വെച്ചാൽ എനിക്ക് ഇവരുടെ ഒരു ATM കാർഡ് പോലത്തെ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട്. അതായത് ചാർജ് മോഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ ഒന്നും ചെയ്യേണ്ട വെച്ചാൽ ജസ്റ്റ് ഈ ഒരു കേബിൾ കുത്തുക, ഈ ചാർജ് ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ചാർജിങ് എല്ലാം സ്റ്റാർട്ടാവും നമ്മുടെ. അപ്പോൾ ഇതൊന്ന് പുറത്ത് നല്ല നോയ്സ് ഉണ്ട്. കാരണം നമുക്ക് നെക്സ്റ്റ് ഇതിൻ്റെ ഇവരുടെ തന്നെ DJയുടെ മൈക്കും എൻ്റെ കയ്യിൽ ഉണ്ട്. അപ്പോൾ അതും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നോയ്സും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഭയങ്കര സൗണ്ട് ഉള്ളിടത്താണ് ആ ഇഷ്യൂ ഉള്ളൂ. ബാക്കി ഇൻഡോറിലാണെങ്കിലും അത്യാവശ്യം സൗണ്ട് ക്വാളിറ്റി നല്ലതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ഒരു കുഞ്ഞൊരു വ്ളോഗ്. അപ്പോൾ ഇതിൻ്റെ ഇവിടുന്ന് തന്നെ ആയിരിക്കും നെക്സ്റ്റ് വ്ളോഗിൻ്റെ സ്റ്റാർട്ടിങ്ങും വരുന്നുണ്ടാവുക. അപ്പോൾ അത് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം എന്താ സംഭവിക്കും കാര്യങ്ങളൊക്കെ. പേഴ്സണൽ ലൈഫിലൊരു സ്പെഷ്യൽ ഒരു സംഭവം കൂടിയാണ്, ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവം കൂടിയാണ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഗൈസ്. ടാറ്റാ, ബൈ ബൈ.